ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേക്ക് പറ്റിയ ഐറ്റംസ് ആണ്. ഇതിപ്പോൾ ഒറ്റ വീഡിയോ ആണെങ്കിൽ പോലും ഇത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരുപാട് മോഡൽസ് ചെയ്യാൻ പഠിക്കുക കേട്ടോ. അപ്പം ഇന്ന് ഇതേപോലത്തെ റിബണും കൊണ്ട് ഉള്ള ഐറ്റംസ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെയുള്ള റിബൺ എടുത്തിട്ടുണ്ട്. ഇതാ ഓറഞ്ച് കളറ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, ഇപ്പം അതിൻ്റെ നീളമെല്ലാം അതിപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചെയ്ത് ഫുള്ള് വീഡിയോ കാണാം. അപ്പോഴത്തേക്കും ഫുള്ള് വീഡിയോ കാണി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതാ അതിൻ്റെ വലുത്, പിന്നെ ഇതാ അതിൻ്റെ വലുത്. ഗ്രീന്, വൈറ്റ്, ഓറഞ്ച് അടിച്ചിട്ടുണ്ട്. ഇനി സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ് ഇത്. ഇതാ ഇതുപോലെ ഇത് ഇങ്ങനെയുള്ള ഓറഞ്ച് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ നടുവശത്ത് ഇങ്ങനെ ഇതിൻ്റെ നല്ല വശം നോക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുരുക്കിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഞൊറിവിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവശം കൂട്ടിയിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇവിടെ കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മളെടുത്ത എല്ലാം ഇപ്പോൾ ഗ്രീൻ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇത് ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നടുവശം ആയിരിക്കണം വരുന്നത്. നമ്മൾ ഈ കെട്ടിടുന്ന സമയത്ത് ഇതിൻ്റെ നടുവശം വരാനും വേണ്ടി ശ്രദ്ധിക്കുക. അത്ര മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. ഇതാ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ ഗ്രീൻ ആണെങ്കിലും ഇതിൻ്റെ ഗ്രീനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രീനും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവന്ന് കെട്ടൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ കെട്ടിങ്ങനെ 2 കെട്ടോ 2 3 കെട്ടിട്ടാൽ തന്നെ മതി കേട്ടോ. ഇനി അതിൻ്റെ ബാക്കി ബാലൻസ് വരുന്ന നൂല് മുറിച്ചെടുക്കാം. എന്നിട്ട് വൈറ്റും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ ഒന്ന് ഞൊറിവിട്ട് കൊടുക്കുക. ഇങ്ങനെ വെച്ച ശേഷം ഞൊറിവിട്ട് കൊടുക്കുക. ഒന്ന് ഞൊറിവിട്ട് കൊടുക്കുക. ശേഷം ഇതിൻ്റെ നടുവശത്തേക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും ഓവറായിട്ടൊന്നും ശ്രദ്ധിക്കാനോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ അളവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെറുത് വലുത് അതിൻ്റെ വലുത്. ഇപ്പം ഗ്രീന് വെച്ചു. എന്നിട്ട് വൈറ്റ് വെച്ചു. അതിൻ്റെ മുകളിൽ ഓറഞ്ച് വെച്ചു. ഓറഞ്ച് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക. നമ്മൾ കുഞ്ഞങ്കമ്പാടി കുട്ടികൾക്കെല്ലാം ചെയ്യുമ്പോൾ ഇതുപോലെ ചെറുതായിരിക്കും നല്ലത്. ഇപ്പം നമുക്ക് അലിഗേറ്റഡ് ക്ലിപ്പിലേക്ക് വേണമെങ്കിൽ അതിലോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അലിഗേറ്റഡ് ക്ലിപ്പിലേക്കോ ഇനിയിപ്പം സെൻറ്റർ ക്ലിപ്പിലേക്കോ എന്തിലേക്ക് വേണമെങ്കിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ.
ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഇവിടെ വൈറ്റ് നൂലില്ലേ, അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നീല നൂല് വെച്ചിട്ട് കെട്ടാടാം. പിന്നെ ഒന്നും ചെയ്യേണ്ട ഇനി ആവശ്യമില്ല. നീല കാരണം നമുക്ക് നടുവശത്ത് നീല വരുന്നുണ്ടല്ലോ, അപ്പോൾ നീല നൂല് വെച്ചിട്ട് കെട്ടിയിട്ട് പിന്നെ ഒന്നിൻ്റെയും ആവശ്യം വരുന്നില്ല. നമ്മൾ സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും സ്റ്റോണോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് കണ്ട, ഇത് തന്നെ നമുക്ക് ഇതിപ്പം ഇങ്ങനെ ഒരു ബോ ആക്കാം. ഇപ്പം എങ്ങനെ വെച്ചാൽ ഞാൻ ഇപ്പം ഇതിൽ ഇപ്പം നമുക്ക് ഏതെല്ലാം പോലെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഓറഞ്ചിൽ, ഗ്രീനിൽ ചെയ്യാം, വൈറ്റിൽ ചെയ്യാം. ഇതിപ്പോൾ വൈറ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതിപ്പം ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു ബോ ആക്കാം. ഇതിങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബോ ആക്കാം. പിന്നെ വന്നിട്ട് ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബോ ആക്കി മാറ്റാം. പിന്നെ അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ നമുക്കിതാ ഈ രണ്ട് സൈഡിലും വെച്ച് കൊടുക്കാം. പിന്നെ വരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇത് കണ്ട, ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് തന്നെയാ സംഭവം. ഇത് തന്നെയാണ്. ഇത് നമ്മൾ ഇങ്ങനെ വെച്ചാൽ വേറൊരു മോഡൽ, ഇങ്ങനെ വെച്ചാൽ വേറൊരു മോഡൽ. ഇതിൻ്റെ മുകൾ വശത്ത് കണ്ട, മുകൾ വശത്തത് ആദ്യം ഇങ്ങോട്ടേക്ക് ഇതുപോലെ എടുക്കുക. പിന്നെ സെക്കൻഡ് ഇതുപോലെ എടുക്കുക. തേർഡ് വന്നിട്ട് ഇതുപോലെ എടുക്കുക. ഇത് വേറൊരു മോഡലായിട്ട് മാറി. നമ്മളിപ്പം അങ്ങനത്തെ ഒന്ന് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനിയിപ്പം വരുന്നത് ഇത് കണ്ട, ഇതുപോലുള്ള സ്റ്റോൺ ലൈസ് വേണമെങ്കിൽ ഇങ്ങനെ നടുക്ക് കൊടുക്കാം. സ്റ്റോൺ ലൈസ് നടുക്ക് കൊടുക്കാം. സ്റ്റോൺ ലൈസ് നിങ്ങൾക്ക് നടുക്ക് കൊടുക്കാം. അതൊന്നും അല്ലെങ്കിൽ ഇത് ഹെയർ ബോയിലേക്ക് ചെയ്തിട്ടാണ് പറയുന്നത്. ഹെയർ ബോയിലേക്ക് ഇതേപോലെ തന്നെ ഒന്ന് ടൈറ്റാക്കി നൂല് വെച്ച് റൗണ്ട് ചെയ്ത് ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടൈറ്റാക്കി കെട്ടിക്കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.